ഹലോ സേ ഫാൻസ്. അപ്പം UK മലയാളി ഗോൾ കീപ്പറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് യൂറോ കപ്പ് പ്രഡിക്റ്റർ ആണ്. അപ്പോൾ ഈ 2024 യൂറോ കപ്പ് ആര് നേടും എന്നുള്ളത് ഞാൻ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി ചാനലിനെ പറ്റി ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഐ ബട്ടണിൽ ആ ഷോർട്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഷോർട്സ് ഏതാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈറലായെന്ന് തന്നെ പറയാം. കാര്യം അതൊരു 12K വ്യൂസ് തന്നെയാണ്. അത് ചാനൽ തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ആ ഒരു ചാനൽ 12K വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ സംബന്ധിച്ചിടത്തോളം അത് കൺസിഡർ ചെയ്തത് ഇതെന്തോ സ്പാമോ സ്കാമോ ആയിട്ടാണ്. സോ എനിക്ക് കമ്മ്യൂണിറ്റി പോളിസി വയലേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ചാനൽ ആദ്യം ടെർമിനേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞാനത് അപ്പീൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. പിന്നെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെർമിനേഷന് ശേഷം ഞാനിടുന്ന വീഡിയോസിനൊന്നും എനിക്ക് റീച്ച് കിട്ടിയിട്ടില്ല. 100-200 വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ടെർമിനേഷൻ വന്നതിന് ശേഷം ഇനിയുള്ളൊരു 90 ഡേയ്സ് നമ്മുടെ ചാനൽ ക്ലോസ്ലി അത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും വയലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് ഒന്നും അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളായിട്ട് ഈ ചാനലിൻ്റെ ഒരു റീച്ച് എത്തിക്കുക. കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തൂ. ഞാൻ നിലവിൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് റീച്ച് എത്തണമെങ്കിൽ ഇനി നിങ്ങളുടെ സഹായം കൂടിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ പ്രഡിക്ഷൻ നടത്തുന്നത് 3 കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഒന്ന്, ആ ടീമിൻ്റെ ഫിഫ റാങ്കിങ്. രണ്ടാമത്, അവരുടെ ലാസ്റ്റ് 10 ഗെയിമിൽ അവരുടെ ഫോം എങ്ങനെയാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ ലാസ്റ്റ് 2 ഇയറിൽ, അതായത് 2022 വേൾഡ് കപ്പ് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പം ഇതുവരെ ആ യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു റാങ്കിങ് കയറി ഇറങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി, സ്കോട്ട്ലൻഡ് 4 ടീമാണ്. അപ്പം ഓബിയസ്ലി ഫാൻ ഫേവറേറ്റ്സ് ആ ഗ്രൂപ്പിൽ ജർമ്മനി തന്നെയായിരിക്കും. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ബി കുറച്ച് കടുപ്പമാണ്. സ്പെയിൻ, ഇറ്റലി, ക്രൊയേഷ്യ, അൽബേനിയ. ഈ അൽബേനിയ ഈ ബാക്കിയുള്ള 3 ടീമുകളുടെ വന്നപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലങ്കേ നായർ, TG രവി, KP ഉമർ, ഇവരുടെ 3ന്റെയും കയ്യിൽ പെട്ട ഉണ്ണിമേരിയുടെ അവസ്ഥയാണ്. പക്ഷേ ഫുട്ബോളാണ്, ഇപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ അൽബേനിയ ആയിരിക്കും ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിട്ട് വരുന്നത്. എനിവേ, അതാണ് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും മൈ ഫേവറേറ്റ് ടീം ഇംഗ്ലണ്ട്, പിന്നെ ജർമ്മനി, സ്ലോവേനിയ, സെർബിയ. കുറച്ച് കുഴപ്പമില്ല ഇംഗ്ലണ്ടിന്. കുറച്ച് ഈസി അല്ലെങ്കിലും ഡെൻമാർക്കൊക്കെ കുറച്ച് നല്ല ചാലഞ്ച് ആയിരിക്കും. എന്നാലും ഇംഗ്ലണ്ട് ഗ്രൂപ്പ് കിടക്കും ഇത്തവണ ഗ്രൂപ്പ് ഡിയിൽ നോക്കുമ്പോൾ ഫ്രാൻസ്, പോളണ്ട്, നെതർലാൻഡ്സ്, ഓസ്ട്രിയ. അത് തന്നെ ഇത്തവണയും ഗ്രൂപ്പ് ഡി ഒരു ഡെത്ത് ഗ്രൂപ്പ് തന്നെയാണ്. കാര്യം ഫ്രാൻസ് എനിക്ക് തോന്നുന്നു ഫിഫ റാങ്കിങ് നമ്പർ 2 ആണ്. നെതർലാൻഡ്സ്, പോളണ്ട്, ഓസ്ട്രിയയും എഴുതി തള്ളാൻ പറ്റാത്തൊരു ടീമാണ്. നല്ല ഒരു മത്സരം തന്നെയാണ്. മത്സരം നമുക്ക് കാണാം ഓസ്ട്രിയയുടെ സൈഡിൽ നിന്ന്. സോ അതൊരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് തന്നെയാണ്. പിന്നെ 5ാമത്തെ ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോഴത്തേക്കും ബെൽജിയം, സ്ലോവാക്യ, യുക്രൈൻ, റൊമേനിയ. ഈസി വാക്ക് ഓവർ ആയിരിക്കും ഒരു ബെൽജിയത്തിന്, എന്തായാലും കിടക്കും. പിന്നെ ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ, തുർക്കി, ചെക്ക് റിപ്പബ്ലിക്, ജോർജിയ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൂർണമെൻറ്റിൽ ഒരു അണ്ടർഡോഗ്സ് ആയിരിക്കും. കാര്യം ഇത്രയും ഉള്ള ടീമുകളിൽ ഏറ്റവും ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും താഴെയുള്ള ടീമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഇതുവരെ നോക്കില്ല, ജോർജിയ. അപ്പം ഇത്രയാണ് നമ്മളുടെ ടീം. അപ്പം യൂറോ കപ്പിൽ സാധാരണ നമ്മളുടെ വേൾഡ് കപ്പ് പോലെ 2 ടീം ക്വാളിഫൈ ആകുന്നു ഗ്രൂപ്പിൽ നിന്ന്. ബാക്കി എല്ലാ ടീമും പുറത്താവുന്ന കണക്കല്ല. 3ാം സ്ഥാനത്തു നിന്നുള്ള 4 ടീമുകളാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ യൂറോ കപ്പിൻ്റെ ഒരു സ്വഭാവം. അപ്പം ഇനി നമ്മൾ നേരെ പ്രഡിക്റ്ററിലേക്ക് കിടക്കുകയാണ്. ഒരു ടെലിഗ്രാഫിൻ്റെ സൈറ്റിൽ തന്നെയുള്ള ഒരു സിമുലേറ്ററാണ്. സോ നമുക്ക് അതിലാണ് നമ്മൾ നിലവിൽ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടെലിഗ്രാഫിൻ്റെ ഒരു ഓൺലൈൻ യൂറോ 2024 പ്രഡിക്റ്റർ. അപ്പം ഞാൻ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഗ്രൂപ്പ് എ ഫസ്റ്റ് ജർമ്മനി ആയിരിക്കും വരുന്നത്. രണ്ടാമത് വരുമ്പോഴത്തേക്കും സ്കോട്ട്ലൻഡിൽ എന്തായാലും ചാൻസ് ഇല്ല. ഹംഗറി, സ്വിറ്റ്സർലാൻഡ് വരുമ്പോഴത്തേക്കും സ്വിറ്റ്സർലാൻഡ് എപ്പോഴും ഒരു ഡീസൻറ്റ് ടീമുമായിട്ട് വന്ന് അവർക്ക് ആ ഒരു ബിഗ് സ്റ്റേജിൽ കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ടീമാണ്. പക്ഷേ ഞാൻ ഇത്തവണ ഹംഗറിക്കാണ് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത്. 3rd സ്വിറ്റ്സർലാൻഡും, സ്കോട്ട്ലൻഡ് 4th ഫിനിഷ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി. അപ്പം ഇവരിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സ്പെയിൻ്റെ ഒരു പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസാണ് സ്പെയിൻ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പ് വിന്നേഴ്സായിട്ട് സ്പെയിനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നുള്ളത് ക്രൊയേഷ്യ, ഇറ്റലിയാണ്. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഒരുപാടുണ്ടെങ്കിലും അവർക്ക് കുറച്ച് ഏജ്, എല്ലാം മിക്കതും 30+ പ്ലേയേഴ്സ് ആണ് ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റലിയുടെ കുറച്ച് യൂത്ത് ടീമും കൂടെയാണ്. അപ്പോൾ ഞാനൊരു ഗാംബ്ലിങ് നടത്തുകയാണ്. 2ാം സ്ഥാനത്തേക്ക് ഇറ്റലി വരും, 3ാം സ്ഥാനത്തേക്ക് ക്രൊയേഷ്യ വരും, അൽബേനിയ 4ാമതായിട്ട് തന്നെ ആയിരിക്കും. അടുത്ത ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ഇഷ്ട ടീമിനെ തന്നെ ആയിരിക്കുമല്ലോ ഫസ്റ്റ്. അതുകൊണ്ടല്ല, നിലവിൽ
4ാം സ്ഥാനക്കാരാണ് ഫിഫ റാങ്കിങ്ങിൽ. മാത്രമല്ല പണ്ടത്തെ ഒരു ഇംഗ്ലണ്ടിന് കണക്കല്ല, ചുമ്മാ വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് പോകുന്നൊരു ഇംഗ്ലണ്ട് അല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ടൂർണമെൻറ്റിന് പ്രിപ്പയർ ചെയ്താണ് വരുന്നത്. സോ ഇംഗ്ലണ്ടാണ് എൻ്റെ ഗ്രൂപ്പ് സിയുടെ ചാമ്പ്യൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത് വരുമ്പോഴത്തേക്കും ഡെൻമാർക്ക്, സെർബിയ, സ്ലൊവേനിയ വരുമ്പോൾ അതിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് സ്ലൊവേനിയ തന്നെയാണ്. മൂന്നാമതായിട്ട് ഡെൻമാർക്കും സെർബിയ നാലാമതും പോകും. ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഫ്രാൻസ് തന്നെയായിരിക്കും എൻ്റെ പ്രഡിക്ഷനിൽ ഗ്രൂപ്പിൽ ഫസ്റ്റ് വരുന്നത്. മറ്റു അട്ടിമറികളൊന്നും നടന്നില്ല എങ്കിൽ. രണ്ടാം സ്ഥാനക്കാരായിട്ട് നെതർലാൻഡ്സ് ഫിനിഷ് ചെയ്യും. മൂന്നാമതായിട്ട് ഓസ്ട്രിയനെയാണ്. പോളണ്ടിനേക്കാൾ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓസ്ട്രിയയാണ്. കാര്യം ഫിഫ റാങ്കിങ്ങിൽ രണ്ടുപേരും അടുത്തടുത്താണ്, 25ഉം 28ഉമാണ്. എന്നാൽ പോലും ഓസ്ട്രിയയുടെ ഒരു റീസെൻറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഓസ്ട്രിയനെ 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പോളണ്ട് 4ാം സ്ഥാനത്തേക്ക് പോകും. ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം തന്നെയായിരിക്കും. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും യുക്രൈൻ. മറ്റുള്ള 2 ടീം റൊമേനിയയും സ്ലോവാക്കിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും യുക്രൈൻ്റെ റാങ്കിങ് ഒരുപാട് മുകളിലാണ്, 22ാമതായിട്ടാണ്. സോ രണ്ടാമതായിട്ട് ഞാൻ യുക്രൈനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് സ്ലോവാക്കിയ, നാലാമത് റൊമേനിയ. ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ. 2ാം സ്ഥാനക്കായിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തുർക്കിനെയാണ്. 3ാം സ്ഥാനം ചെക്ക് റിപ്പബ്ലിക്കാണ്. സോ ഇതായിരിക്കും എൻ്റെ പ്രഡിക്ഷനിൽ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഒരു സ്റ്റാൻഡിങ്സ്. നിലവിൽ എൻ്റെ പ്രഡിക്ഷൻ വെച്ചിട്ട് 3ാം സ്ഥാനത്തേക്ക് വന്നത് സ്വിറ്റ്സർലാൻഡ്, ക്രൊയേഷ്യ, ഡെൻമാർക്ക്, ഓസ്ട്രിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഷുവർ ചാൻസ് കൊടുക്കുന്നത് ക്രൊയേഷ്യക്കാണ്. രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഡെൻമാർക്കിനാണ്. മൂന്നാമത് ഓസ്ട്രിയ, നാലാമത് സ്വിറ്റ്സർലാൻഡ്, പിന്നെ 5ാമത് ചെക്ക് റിപ്പബ്ലിക്, 6ാമത് സ്ലോവാക്യ. റൗണ്ട് ഓഫ് 16 ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനി, സ്ലൊവേനിയ, ജർമ്മനി, ഹംഗറി, ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, ഡെൻമാർക്ക്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, യുക്രൈൻ, നെതർലാൻഡ്സ്, ബെൽജിയം, ക്രൊയേഷ്യ. ഇത് കുറച്ച് പാടാണ്. ക്രൊയേഷ്യക്കാണ് എൻ്റെ വോട്ട് പോകുന്നത്. ഫ്രാൻസ്, തുർക്കി, ഫ്രാൻസ്. സോ ഇതാണ് ക്വാർട്ടർ ഫൈനലിൻ്റെ ലൈനപ്പ്. ജർമ്മനി, സ്പെയിൻ വരുമ്പോഴത്തേക്കും അത് കുറച്ച് ടൈറ്റ് ആയിരിക്കും, ജർമ്മനിയും സ്പെയിനും. പക്ഷേ ആ ഒരു ഹോസ്റ്റ് കൺട്രി വെച്ച് നോക്കിയാലും ഞാൻ സ്പെയിന് തന്നെയാണ് ഗൈസ് ഒരു അപ്പർ ഹാൻഡ് കാണുന്നത്, സ്പെയിന് തന്നെയാണ്. സോ സ്പെയിൻ, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, ക്രൊയേഷ്യ, ഫ്രാൻസ്. ഞാൻ ഫ്രാൻസിനാണ് വോട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ട്, ഇറ്റലി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ ഫൈനലിൽ കണ്ടു, ജസ്റ്റ് ഒരു ഗോളിനാണ്, ആ ഒരു പെനാൽറ്റിയുടെ ഇതിനകത്താണ് ഇംഗ്ലണ്ടിന് ഇറ്റലി തോൽപ്പിച്ചത്. സോ ഇത്തവണ ഞങ്ങൾ അതിന് തിരിച്ചു പിടിക്കും. സോ ഞാൻ എന്തായാലും എൻ്റെ ടീമിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. കമോൺ ഇംഗ്ലീഷ്, ഇംഗ്ലണ്ട്. അപ്പോൾ സെമി ഫൈനൽ ലൈനപ്പ് ഇങ്ങനെയാണ്: സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. അമ്മേ, അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്ക് നേരെ. സോ ഇതൊരു ഫൈനൽ ബിഫോർ ദ ഫൈനൽ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിനെ കണ്ട് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു. ഇംഗ്ലണ്ടിനെ പുറത്താക്കിയ ഫ്രാൻസ് ആണല്ലേ. അപ്പം സ്പെയിനും പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഇതിനകത്ത് ഞാൻ ഹാൻഡ് കൊടുക്കുന്നത് ഫസ്റ്റ് ഫൈനലിസ്റ്റ് ആയിട്ട് സ്പെയിന് തന്നെയാണ്. കാര്യം ഞാൻ പറയാം, ആ ഒരു യൂത്തിൻ്റെ ഒരു ഇതും പിന്നെ ആ എൻട്രിക്കയുടെ ആ ഒരു എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ടാക്ടീഷ്യൻ്റെ ഒരു കഴിവും കൂടെ വെച്ചിട്ടാണ് ഞാൻ സ്പെയിന് കൊടുത്തത്. പിന്നെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഐ വിൽ ഗോ വിത്ത് ഫ്രാൻസ്. അതിന് കാരണമുണ്ട്, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായിട്ട് ഒരേ ടീം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡായിട്ട് ജിറോഡ്, ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം ലൈനപ്പ്, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെയിം പ്ലേയേഴ്സ്, വലിയ മാറ്റങ്ങളില്ല. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളാണ് ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കോർഡിനേഷൻ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രാൻസിനെ ചൂസ് ചെയ്യുന്നു. സോ രണ്ടാമത്തെ ഫൈനലിസ്റ്റായിട്ട് ഞാൻ ഫ്രാൻസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. ഫൈനൽ എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് സ്പെയിനും ഫ്രാൻസും തമ്മിലാണ്. സോ ഞാൻ ഇതിനകത്ത് ഫ്രാൻസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ എൻ്റെ വിന്നർ ഫ്രാൻസ്. ഇത് നോക്കി നിങ്ങൾക്ക് കാണാം, 24% ആൾക്കാരാണ് ഫ്രാൻസ് ഈ യൂറോ കപ്പ് വിൻ ചെയ്യുന്നു പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടാണ് 2ാം സ്ഥാനക്കാരും. 22% ആൾക്കാരാണ് ഇംഗ്ലണ്ട് ഈ യൂറോ കപ്പ് വിൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 13% ജർമ്മനി വിൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫണ്ണാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു സിമുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറുക, എന്നിട്ട് നിങ്ങളുടെ വിന്നർ ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോസിന് ഒക്കെ കുറച്ച് റീച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് ഉള്ള കഠിന ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ ശ്രമത്തിലൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക, പങ്കാളികളാവുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.